അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1294, സൂറത്തു തൗബ 58, 59 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ومنهم من يلمزك في الصدقات فإن أعطوا منها رضوا وإن لم يعطوا منها إذا هم يسخطون ولو أنهم رضوا ما آتاهم الله ورسوله وقالوا حسبنا الله سيؤتينا الله من فضله ورسوله إنا إلى الله راغبون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد. ومنهم ആ കപടന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് മൻചിലർ യൽമിസുക ഫിസ് സദഖാത്തി, ധർമ്മങ്ങളുടെ സമയത്ത് ആ വിഷയത്തിൽ തങ്ങളെ അവർ മോശക്കാരാക്കും. ഫൈൻ ഉഴ്തു മിൻഹ, ആ ധർമ്മങ്ങളിൽ നിന്ന് അവർക്ക് നൽകപ്പെട്ടാൽ റളു, അവർ തൃപ്തിപ്പെടും. വൈലം യുഴ്തൗ മിൻഹ, അവർക്ക് നൽകപ്പെട്ടില്ലെങ്കിലോ ഇദാഹും യസ്ഖത്തൂൻ, ആ സമയത്ത് അവർ ദേഷ്യപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ളവർ ധർമ്മങ്ങളുടെ വിഷയത്തിൽ നബിതങ്ങളെ ആക്ഷേപിക്കും, കുറ്റക്കാരനാക്കും, വിതരണം ചെയ്തത് ശരിയായില്ല എന്ന് പറയും. വലൗ അന്നഹും റളൂ മാ ആതാഹുമുല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ ദൂതനും അവർക്ക് നൽകിയത് അവർ പൊരുത്തപ്പെട്ടിരുന്നുവെങ്കിൽ, വഖാലു ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതിയാവനാകുന്നു എന്ന് പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ, സയുഅ്തീനല്ലാഹു മിൻ ഫളിഹി, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് പിന്നെയും തരും, വറസൂലുഹു, അവന്റെ ദൂതനും ഞങ്ങൾക്ക് തരും എന്ന് പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ, ഇന്നാ ഇലല്ലാഹി റാഗിബൂൻ, നിശ്ചയം ഞങ്ങൾ അല്ലാഹുവിലേക്ക് ആഗ്രഹിക്കുന്നവരാണ് എന്നും അവർ പറഞ്ഞിരുന്നുവെങ്കിൽ അവർക്കത് വളരെ നന്നാകുമായിരുന്നു എന്ന്. അപ്പൊ കപടന്മാരായിട്ടുള്ള ആളുകളുടെ മനസ്സിൽ ഒരു വിശ്വാസവും പുറത്ത് ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ അങ്ങേയറ്റം ബുദ്ധിശൂന്യവും പ്രതിഷേധാർഹവുമായിട്ടുള്ള ഒട്ടനവധി നടപടികളെക്കുറിച്ചാണ് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി പരസ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ചിലർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോശക്കാരാക്കി ചിത്രീകരിക്കാനുള്ള പ്രവണതയുമായി നടക്കുന്നത് കാണാം. അങ്ങനെ നടക്കുന്ന ആളുകൾ വാസ്തവത്തിൽ വളരെ അപകടകാരികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുകയും ഞാൻ മുസ്ലിമാണ് എന്ന് വാദിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രം ഒരു മനുഷ്യനും വാസ്തവത്തിൽ ഇസ്ലാമിന്റെ ശരിയായ നിലപാടിന്റെ കൂടെ നിൽക്കുന്നവൻ ആവുകയില്ല എന്ന വസ്തുതയാണ് നമ്മളിവിടെ ഏറ്റവും ശക്തമായി തിരിച്ചറിയേണ്ട ഒരു കാര്യം. മറിച്ചൊരു ശരിയായ വിശ്വാസിയുടെ മനോനില നമ്മൾ മാറ്റുരച്ച് നോക്കേണ്ടത് അല്ലാഹുവും അവന്റെ റസൂലും പറയുന്ന സംഗതികളോട്, അവരുടെ നിലപാടുകളോട് ഒപ്പം നിൽക്കാനും ആ നിലപാടുകളെ നെഞ്ചേറ്റാനും അവർക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലേ എന്നതിന്റെ പരിശോധനയിൽ വിജയിക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ്. വിജയിക്കുന്നുവെങ്കിൽ അവർ ശരിയായ കറകളഞ്ഞ വിശ്വാസികളാണ്. അതേസമയത്ത് അതിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല, തീരുമാനം അല്ലാഹു എടുത്തതാണ്, അല്ലെങ്കിൽ പ്രഖ്യാപനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതാണ്, പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാൻ എന്റെ മനസ്സിന് സാധിക്കുന്നില്ല, അതൊന്നും എന്നെ കൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതൊന്നും ശരിയല്ല, ഇങ്ങനെയുള്ള നിഷേധാത്മകമായ നിലപാട് അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും സ്വീകരിക്കുന്നവരാരോ അവർ വാസ്തവത്തിൽ വിശ്വാസത്തിന്റെ വിശുദ്ധി അല്പം പോലും കാത്തു സൂക്ഷിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ അതിന്റെ ശരിയായ ആശയത്തിലേക്ക് കടക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്ത ഹതഭാഗ്യരാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു മനുഷ്യൻ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ നിന്നൊരാൾക്കും വിശ്വാസിയാവാൻ കഴിയില്ല, ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്നത് എന്തും പിന്തുടരാൻ മനസ്സ് പാകപ്പെടുന്ന അവസ്ഥയിലേക്ക് അവന്റെ ചിന്ത, അവന്റെ ഇഷ്ടം ആകുന്നതുവരെ. അപ്പൊ നബിതങ്ങൾ പറഞ്ഞോ, നബിതങ്ങൾ ചെയ്തോ, എങ്കിൽ ഞാൻ അത് സ്വീകരിച്ചു, ഞാൻ അത് അംഗീകരിച്ചു എന്ന് പറയാൻ പറ്റും വിധത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് മാനസികമായി ഉണ്ടാക്കാൻ പറ്റിയവന് മാത്രമേ യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയാവാൻ സാധിക്കും.
എന്നാൽ കപടന്മാർ പലപ്പോഴും അവരിലേക്ക് തന്നെ ഒതുങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ അവരവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾ, വ്യക്തിപരമായ സന്തോഷങ്ങൾ, വ്യക്തിപരമായ താൽപര്യങ്ങൾ, ആ താൽപര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും അതിനോട് അനുകൂലിക്കുകയോ അതിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനോട് അനുകൂലമായ വിധത്തിൽ പ്രതികരിക്കുകയോ ചെയ്താൽ മാത്രം ആ പ്രതികരിച്ചവരെയും പ്രതികരിച്ച വിഷയത്തെയും മാത്രം ഉൾക്കൊള്ളാൻ മനസ്സ് ചുരുങ്ങിപ്പോയിട്ടുള്ള ആളുകളാണ് കപടന്മാർ. അതുകൊണ്ട് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ആലോചിക്കണം, നല്ല ഇബാദത്തുണ്ടോ അല്ലെങ്കിൽ നന്നായിട്ട് നിസ്കരിക്കുന്നുണ്ടോ എന്നത് മാത്രമല്ല വിഷയം. നന്നായിട്ട് നിസ്കരിക്കുന്നവരൊക്കെ ഒന്നും രക്ഷപ്പെട്ടവരല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. മറിച്ച് രക്ഷപ്പെടുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം എന്താ? മുത്തുനബിയോടുള്ള നമ്മുടെ സമീപനം, അള്ളാഹുവിന്റെ തീരുമാനങ്ങളുള്ള നമ്മുടെ നിലപാട്, ആ നിലപാട് എന്താണ് എന്നത് തന്നെയാണ് പ്രധാനം. അതൊരു വല്ലാത്ത വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം എന്താ, ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിറുകളൊക്കെ വിശദീകരിക്കുന്ന ഒരു ഹദീസ് അത് നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കി തരും. ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കാം. ഇവിടെ ഈ ആയത്തിൽ ഒമിൻഹും, ആ കപടന്മാരുടെ കൂട്ടത്തിലുണ്ട് മൻ യൽമിസുക ഫി സദഖാത്തി, ധർമ്മങ്ങൾ വല്ലതുമൊക്കെ നൽകുമ്പോൾ യുദ്ധ ഫണ്ടിൽ നിന്നാവട്ടെ, ഗനീമത്ത് സ്വത്തിൽ നിന്നാവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ധനാഗമന മാർഗങ്ങളിൽ നിന്നാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധനം വിതരണം ചെയ്യുമ്പോൾ ആ ധനം വിതരണം ചെയ്യുന്ന സമയത്തിൽ തങ്ങളെ ആക്ഷേപിക്കുന്നവർ ആ കൂട്ടത്തിലുണ്ട്. നിങ്ങളെ കൊടുത്തേ ശരിയായില്ല, അതെന്ത് ചെയ്തില്ല, നീതിയായിട്ടില്ല, എല്ലാവർക്കും ഒരേപോലെ കൊടുത്തില്ല എന്നൊക്കെ പറയുന്ന അത് നിബിധങ്ങൾ ആക്ഷേപിക്കലാണ്. അങ്ങനെ ആക്ഷേപിക്കുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു സംഭവം ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അടക്കം മുഫസ്സിറുകളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ആ സംഭവത്തിൽ നമുക്ക് കാണാം, ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാം ഖുർത്തുബി തങ്ങൾ വിശദീകരിക്കുന്നു, ബൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖ്സിമു മാലൻ, നബി തങ്ങൾ ഒരു ധനം വിതരണം ചെയ്തുകൊണ്ടിരിക്കെ ഇത് ജാഅഹു ഹിർഖൂസ് ഇബ്നു സുഹൈർ അസ്ലുൽ ഖവാരിജ്, പിൽക്കാലത്ത് വന്ന പുത്തൻവാദികളുടെ ഖവാരിജുകൾ എന്ന വിഭാഗത്തിന്റെ തുടക്കക്കാരനായ ഹിർഖൂസ് ഇബ്നു സുഹൈർ എന്ന് പറയുന്നയാൾ വന്നു. വയുഖാലു ലഹു ദുൽ ഖുവൈസറത്തു തമീമി, അയാൾക്ക് ദുൽ ഖുവൈസറത്തു തമീമി എന്നും പേരുണ്ട്. ആ ദുൽ ഖുവൈസറത്തു തമീമി എന്ന് പേരുള്ള ഹിർഖൂസ് ഇബ്നു സുഹൈർ എന്ന മനുഷ്യൻ വന്നു. ഫഖാൽ, എന്നിട്ട് അവൻ പറഞ്ഞു, യഅദിൽ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, തങ്ങൾ നീതി പാലിക്കണം, നിങ്ങളെ വിതരണമൊന്നും ശരിയല്ല എന്ന് നബി തങ്ങളെ ആക്ഷേപിച്ചു. ഫഖാൽ, അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, വൈലക്, നിനക്കെത്ര വലിയ നാശമാണ് നീ വിളിച്ചു വരുത്തുന്നത് സഹോദര. ഒമയ്യാദിൽ ഇദാലമ്മാദിൽ, ഞാൻ നീതി പാലിക്കുന്നില്ലെങ്കിൽ പിന്നെ ലോകത്താരാണ് നീതി പാലിക്കുക? നീതി എന്താണെന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ വന്നവരാണ് ഞാൻ നീതി പാലിച്ചില്ല എന്ന് നിങ്ങളെങ്ങനെയാണ് പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. അപ്പോഴാണ് ഫനസലത്തിലായ ഈ സൂക്തം അവതരിക്കുന്നത്. അതായത് തങ്ങൾ ധർമ്മം വിതരണം ചെയ്യുന്ന സമയത്ത് തങ്ങളെ ആക്ഷേപിക്കുന്നവർ കടന്നുവരും നബിയെ, ആ കടന്നുവരുന്ന ആളുകളുടെ ആക്ഷേപത്തെ തങ്ങൾ പരിഗണിക്കേണ്ടതില്ല. നോക്കൂ, അതുമായി ബന്ധപ്പെട്ട ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ഖുർത്തുബി തങ്ങൾ വിശദീകരിക്കുന്നു. ആ ഹദീസിൽ കാണാം, ഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഈ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് സഹിച്ചില്ല. നബി തങ്ങൾ അനീതി കാണിച്ചു എന്നല്ലേ അവൻ പറഞ്ഞത്? വല്ലാത്ത ആക്ഷേപമല്ലേ അത്? ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ദഅനി യാ റസൂലല്ലാഹ് ഫഅഖ്തുൽ ഹാദൽ മുനാഫിഖ്, ഈ കപടനെ കൈകാര്യം ചെയ്യാൻ നബിയെ തങ്ങൾ എന്നെ അനുവദിക്കണം. ഫഖാൽ, അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, മആദല്ലാഹ്, ഞാൻ അള്ളാഹുവോട് കാവൽ തേടുന്നു. മുഹമ്മദ് നബി സ്വന്തം അനുയായികളെ തന്നെ കൊന്നുകളയാൻ തുടങ്ങി. എതിരാളികളൊക്കെ യുദ്ധം ചെയ്തു മറ്റുമൊക്കെ തോൽപ്പിക്കുന്നതിന്റെ പുറമെ കൂടെയുള്ളവരെ തന്നെ കൊന്നു തുടങ്ങിയെന്ന് വിമർശകർ പറയുന്നതിനെ അതിന് തൊട്ട് അള്ളാഹുവോട് ഞാൻ അഭയം തേടുന്നു. ഇയാളെ കൊന്നതുകൊണ്ട് മാത്രം പ്രശ്നത്തിന് പരിഹാരമാവുന്നില്ല. കാരണം ഇന്നഹാദാവാ സഹാബഹു, ഇതൊരു പ്രതീകമാണ്. ഇവനും ഇവന്റെ ആൾക്കാരും യഖറഊനൽ ഖുർആൻ, അവർ ഖുർആൻ ഇങ്ങനെ ഓതും, ലാ യുജാവിസു ഹനാജിറഹും, പക്ഷെ അത് അവരുടെ തൊണ്ടക്കുഴി വിട്ട് കടക്കൂല. യംറുഖൂന മിൻഹു, ആ ഖുർആനിൽ നിന്ന് അവർ തെറിച്ചു പോകും. കമാ യംറുഖുസ്സഹുമു മിനർ റമിയ്യ, വേട്ടമൃഗത്തെ അമ്പെയ്തിട്ട് ആ അമ്പ് മൃഗത്തെയും തുളച്ചു പുറത്തു പോകുന്നത് പോലെ അവർ
ജനങ്ങളിൽ നിന്ന്, ദീനിൽ നിന്ന്, അതേപോലെ ഖുർആനിന്റെ സന്ദേശത്തിൽ നിന്ന് അവർ തെറിച്ചു പോകുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഇവിടെ. എന്താണത്? വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളെ ധർമ്മത്തിന്റെ വിഷയത്തിൽ ആക്ഷേപിക്കുന്ന കപടന്മാരെ വിലയിരുത്തിയപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഹദീസാണിത്. എന്ത്? ഇവരൊരു പ്രതീകമാണ്. അതായത് അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിക്കാൻ, നബിതങ്ങളെ നീതി പാലിച്ചില്ല എന്ന് നബിതങ്ങളെക്കുറിച്ച് കുറ്റം പറയാൻ മനസ്സ് പാകപ്പെട്ടവൻ, നാവതിന് വഴങ്ങിയവൻ, അവൻ ചില്ലറക്കാരനല്ല, വലിയ അപകടകാരിയാണ്. അവനെ കൊന്നതുകൊണ്ട് മാത്രം പ്രശ്നത്തിന് പരിഹാരമാവില്ല. ഇതൊരു അസുഖമാണ്. ആ അസുഖത്തിന്റെ പിന്തുടർച്ചക്കാർ പിൽക്കാലത്തും ധാരാളമായി വരാനിരിക്കുന്നുണ്ട്. അവര് ഖുർആനോതും. ചില റിപ്പോർട്ടുകളിൽ അതുമായി ബന്ധപ്പെട്ട ഹദീസിൽ കാണാം, യഹ്ഖിറു അഹദുക്കും സലാത്തഹു ബി സലാത്തിഹി. ഓന്റെ നിസ്കാരങ്ങളെ നിസ്കാരമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ ആ ആളുകളുടെ നിസ്കാരം ഭയങ്കര നിസ്കാരമായിട്ട് നിങ്ങൾക്ക് തോന്നും. അവരെ നോമ്പ് ഭയങ്കര നോമ്പായിട്ട് നിങ്ങൾക്ക് തോന്നും. എന്ത് പറഞ്ഞാലും ഖുർആനായിരിക്കും അവർ തെളിവോതുക. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഖുർആനിൽ അല്ലാഹു പറഞ്ഞു എന്നിങ്ങനെ നിരന്തരം അവർ വായിട്ടലച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആ ആളുകളുടെ മനസ്സിന്റെ ഉള്ളിൽ ഈമാനിന്റെ ഒരു അശേഷം നിലനിൽക്കുന്നുണ്ടാവില്ല. നോക്കൂ, അത്തരക്കാർക്കാണ് വാസ്തവത്തിൽ മുത്തുനബിയെ ആക്ഷേപിക്കാൻ നാവ് വഴങ്ങുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ മോശക്കാരാക്കാൻ അവർക്കാണ് സാധിക്കുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യന് ഈമാനിന്റെ സ്പിരിറ്റ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കും വിധത്തിൽ സംസാരിക്കാൻ നാവ് വഴങ്ങില്ല. ഉറപ്പാണ് ആ കാര്യം. ബഹുമാനപ്പെട്ട ഇമാം ത്വബീരി റഹ്മഹുള്ളയും മറ്റും ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, പിൽക്കാലത്തെ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് രംഗപ്രവേശനം ചെയ്ത പുത്തൻവാദികളായ ഖവാരിജുകളുടെ ആ സ്വഭാവവും ആ ശൈലിയുമാണ് ഇവിടെ കണ്ടത്. അതുകൊണ്ടാണ് ഖവാരിജുകളുടെ തുടക്കക്കാരനാണ് ഈ ദുൽ ഖുവൈസറ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത്. ആ ഖവാരിജുകൾ എന്തായിരുന്നു ഈ ലോകത്ത് ചെയ്തത്? അവർ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിയിട്ട് അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ കാഫിറുകളാണ്, മുശ്രിക്കുകളാണ് എന്ന് പറയുകയായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങൾ ചിന്തിക്കണം, അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ടത് ആർക്ക് കൊടുത്തു? സൃഷ്ടികൾക്ക് കൊടുത്തു എന്ന് പച്ച നുണ പറയുകയായിരുന്നു വാസ്തവത്തിൽ ഖവാരിജുകൾ ചെയ്തത്. നിങ്ങൾ കണ്ടില്ലേ? ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ് ഖവാരിജുകളുടെ വാദമായിരുന്നു. വിധിക്കാൻ അവകാശം അള്ളാഹുവിന് മാത്രമാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് മുആവിയ റളിയല്ലാഹുവിനും അലി റളിയല്ലാഹുവിനും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൽ വിധികർത്താക്കളായ അലി റളിയല്ലാഹുവിന്റെ പക്ഷത്തുനിന്ന് അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹുവിനെയും മുആവിയ റളിയല്ലാഹുവിന്റെ പക്ഷത്തുനിന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹുവിനെയും മധ്യസ്ഥന്മാരായി നിശ്ചയിച്ചുകൊണ്ട് ആ മധ്യസ്ഥരെടുക്കുന്ന തീരുമാനം രണ്ടു കൂട്ടരും അംഗീകരിക്കാമെന്നൊരു കരാറുണ്ടാക്കിയിരിക്കുന്നു. വിധിക്കാൻ അള്ളാഹ്ക്ക് മാത്രമാണ് അവകാശം എന്ന അവകാശം അലി റളിയല്ലാഹുവിനും മുആവിയ റളിയല്ലാഹുവിനും ആർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു? അത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹുവിനും അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹുവിനും വിട്ടുകൊടുത്തിരിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ട ആരാധന അല്ലാത്തവർക്ക് കൊടുത്തിട്ട് ശിർക്ക് ചെയ്തിരിക്കുന്നു. ഈ വാദമായിരുന്നു ഖവാരിജുകൾ ഉന്നയിച്ചത്. നോക്കൂ, അതിന്റെ പിന്തുണമുറക്കാർ ഇന്നും അതേ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെക്കുറിച്ച് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നിടത്ത് നമുക്ക് കാണാം, ഇൻതലഖൂ ഇലാ ആയാത്തിൻ നസലത്ത് ഫിൽ കുഫാരി ഫഹമലൂഹാ അലൽ മുസ്ലിമീൻ. അവിശ്വാസികളെ സംബന്ധിച്ച് ഇറങ്ങിയിട്ടുള്ള സൂക്തങ്ങൾ വിശ്വാസികളുടെ മേലിൽ ഓതി ആ വിശ്വാസികളുടെ മേലിൽ അത് ആരോപിക്കുന്ന സ്വഭാവമാണ് അവർ സ്വീകരിക്കുക. ഇക്കാലത്തും അങ്ങനെ തന്നെയാണ്. കളാവിച്ചു അള്ളാഹു അല്ലാത്ത വേറൊരു ആരാധ്യനുമില്ല എന്ന് മനസ്സറിഞ്ഞ് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾക്ക് നേരെ ശിർക്കാരോപിക്കാൻ ഇന്നത്തെ ഖവാരിജുകൾ ചെയ്യണ എന്താന്ന് പേര് ഖവാരിജ് എന്നല്ല, വഹാബി മൗദൂദ് എന്നൊക്കെയാണെന്നുള്ളൂ. ഇന്നത്തെ ഖവാരിജ് ചെയ്യണ എന്താ? ഇന്നത്തെ ഖവാരിജ് ചെയ്യുന്നത് മുശ്രിക്കുകളുടെ മേലിൽ അഥവാ അള്ളാഹു അല്ലാത്തവരെ ആരാധ്യ വസ്തുക്കളാക്കി ആളുകളെ ആക്ഷേപിച്ച ആയത്തുകൾ അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് മനസ്സറിഞ്ഞ് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളുടെ മേലിൽ ആരോപിക്കുക. ഏതുപോലെ തന്നെ ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ് എന്ന ആയത്തോതിയിട്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിനും മുആവിയ റളിയല്ലാഹുവിനും അവർ മുശ്രിക്കുകളാണെന്ന് പറയാൻ മാത്രം അന്നത്തെ ഖവാരിജുകൾക്ക് നാവ് വഴങ്ങിയെങ്കിൽ അതിന്റെ പിന്തലമുറക്കാർക്ക് പിന്നെ ഇന്ന് അതിന് നാവ് നമ്മളെക്കുറിച്ച് അങ്ങനെ പറയാൻ നാവ് വഴങ്ങുന്നതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അപ്പൊ ഇതൊരു അസുഖമാണ്. ഇവരുടെ നിസ്കാരവും നോമ്പും നിങ്ങളെ നിസ്കാരവും നോമ്പായിട്ട് നോക്കുമ്പോൾ നിസ്സാരമായി തോന്നുന്ന പറഞ്ഞതിന്റെ അർത്ഥം എന്താ?
ഇവരെ കൂട്ടത്തിൽപ്പെട്ട പിന്നെ നിസ്കരിക്കാത്ത ഒറ്റാളും ഉണ്ടാവില്ല. അതേസമയത്ത് സുന്നികളായിട്ട് നടക്കുന്ന കൂട്ടത്തിലോ നിസ്കാരം ഒഴിവാക്കണൊക്കെ പലരും ഉണ്ടാവും. അതിന്റെ അർത്ഥം നമുക്ക് നിസ്കാരം ഒഴിവാക്കാൻ അനുവാദം ഉണ്ടെന്നൊന്നുമല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. പക്ഷെ പല സുന്നികളും ഉഴപ്പന്മാരാണ്. നിസ്കരിക്കാൻ വരെ പിന്നെ നിർബന്ധ ബുദ്ധി കാണിക്കാത്തവരുണ്ട്. അപ്പൊ ചില സാധുക്കളായിട്ടുള്ള ദോഷേകതർക്കുകളായിട്ടുള്ള ആൾക്കാർ പറയും, സംഗതി വഹാബിയാണെങ്കിലും അത് മൗദൂദിയാണെങ്കിലും നിസ്വാഗം കൊടുത്താൽ അപ്പോലും നിസ്കരിക്കും. ഇതാ റസൂലുള്ള പറഞ്ഞത്, ഓല നിസ്കാരങ്ങളെ നിസ്കാരമായിട്ട് നോക്കിയാൽ ഭയങ്കര ഓല നിസ്കാരം ഉഷാറാന്ന് നിങ്ങൾക്ക് തോന്നും. യഖറഊനൽ ഖുർആൻ, അവർ ഖുർആൻ ഇങ്ങനെ അടിച്ചോതും. എന്തിനും ഖുർആൻ അല്ലേ, ഖുർആനിലുള്ളതല്ല ഞങ്ങൾ സ്വീകരിക്കൂല എന്നുള്ള നല്ല ബടായി പറയും. പക്ഷേ ദീനിൽ നിന്ന് യംറുഖൂന മിന ദീനികമാ യംറുഖു സഹമു മിനർ റമിയ, വേട്ടമൃഗത്തെ അമ്പ ചെയ്തിട്ട് അമ്പ് വേട്ടമൃഗത്തിൽ തളച്ച് പുറത്തേക്ക് സ്പീഡിൽ പോകുന്നത് പോലെ മതത്തിൽ നിന്ന് തെറിച്ചു പോകും. ഇന്നാലില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. നിസ്കാരം ഗംഭീരായോണ്ട് കാര്യമില്ല, നോമ്പ് ഗംഭീരായോണ്ട് കാര്യമില്ല, അതൊക്കെ വേണ്ട തന്നെ. പക്ഷേ അതിന്റെയൊക്കെ അടിത്തറ വിശ്വാസം ശരിപ്പെടുക എന്നതാണ്. വിശ്വാസം ശരിപ്പെടുന്ന ആള് നബിതങ്ങളെയും ബഹുമാനിക്കേണ്ടവരെയും ബഹുമാനിക്കാൻ മനസ്സ് പാകപ്പെട്ടവരാകും. അവരെ കുത്തി നോവിക്കാനും കൊച്ചാക്കാനും എന്തെങ്കിലും ഒരു അവസരം കിട്ടുമെന്ന് നോക്കി അവർ നടക്കില്ല. അങ്ങനെ നടക്കുന്നവരാണ് ഈ പറഞ്ഞ സ്വഭാവക്കാരായിട്ടുള്ള ആളുകൾ. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദർശം അറിയില്ല, അള്ളാന്റെ റസൂല് ഞമ്മക്കൊന്നും അങ്ങനെ നബിതങ്ങളോടൊന്നും ഒരു കോണ്ടാക്ട് ചെയ്യാൻ മാത്രമല്ല അള്ളാന്റെ റസൂല് എന്ന അർത്ഥത്തിലൊക്കെ അല്ലേ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ സംസാരിക്കുന്നത്. അപ്പൊ ആ സംസാരിക്കുന്ന സ്വഭാവം അന്ന് ഖവാരിജുകൾ തുടങ്ങി വെച്ചതാണ്. അത് നബിതങ്ങളോട് തന്നെ നേരിട്ട് ഇതിന്റെ തുടക്കക്കാരൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ട് നിങ്ങൾക്ക് നീതിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര വലിയ അപകടകരമാണ് അത് എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് ഇതൊക്കെ വിലയിരുത്തിയിട്ട് വേണം നമ്മൾ ഒരാളെ വിലയിരുത്താൻ, അല്ലെങ്കിൽ വിശ്വാസത്തെ പിന്നെ കൃത്യമായിട്ട് അപഗ്രഥിക്കാനെന്ന് പ്രത്യേകമായി നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ സമയത്ത് ഉണർത്തുകയാണ്. അപ്പൊ എന്നിട്ട് ഈ കപടന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വ്യക്തി താല്പര്യം മാത്രമേ ഉള്ളൂ. എന്നതിന് തെളിവെന്താ, ധർമ്മങ്ങളിൽ തങ്ങളെ ആക്ഷേപിക്കുന്നവരും കുറ്റം പറയുന്നവരുമുണ്ട്. ഫൈനൊഴുത്തു മിൻഹ, അവർക്ക് നൽകപ്പെട്ടാൽ റളിയല്ലാഹു തൃപ്തിപ്പെടും. വൈലം യൊഴുത്തോ മിൻഹ, അവർക്ക് നൽകപ്പെട്ടില്ലെങ്കിലോ ഇദാഹും യസ്ഖത്തൂൻ, ആ സമയത്ത് അവർ ദേഷ്യപ്പെടും. അപ്പൊ അവർക്ക് കിട്ടിയില്ല എങ്കിൽ അവർ കംപ്ലൈന്റ് പറയും, അവർക്ക് കിട്ടിയാലോ പിന്നോട്ട് പ്രശ്നമല്ല. അപ്പൊ അവർ വ്യക്തിപരമായ താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് മാത്രം മുൻതൂക്കം നൽകുന്നവരാണ്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇഷ്ടമോ താല്പര്യമോ കാര്യമായി പരിഗണിക്കാത്തവരുമാണ് എന്നാണ് അള്ളാഹു തആല അവരെ കുറിച്ച് പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അവർക്ക് കരണീയമായ മാർഗം എന്തെയ്യുന്നു, വലൗ അന്നഹും റളൂ മാ ആതാഹുമുല്ലാഹു വറസൂലുഹു, അള്ളാഹും അവന്റെ റസൂലും അവർക്ക് നൽകിയത് അവർ പൊരുത്തപ്പെട്ടിരുന്നുവെങ്കിൽ, എന്നിട്ടോ വഖാലു ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അള്ളാഹു മതിയായവനാണ്, സയൂതീനല്ലാഹു മിൻ ഫളിഹി വറസൂലുഹു, അള്ളാഹും അവന്റെ ദൂതനും അവന്റെ ഔദാര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും ആവശ്യമുള്ളത് എന്ന് പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ, ഇന്നാ ഇലല്ലാഹി റാഗിബൂൻ, ഞങ്ങൾ അള്ളാഹുവിലേക്ക് ആഗ്രഹിക്കുന്നവരാണ്, അവൻ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് തരാതിരിക്കില്ല, ഞങ്ങളെ അവൻ ഹായിബാക്കുകയില്ല, പരാജയപ്പെടുത്തുകയില്ല എന്നെങ്ങാനും അവർക്ക് വിലയിരുത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ അത് വളരെ നല്ല നിലപാടാകുമായിരുന്നു. പക്ഷെ ആ സാധുക്കൾക്ക് അതിന് കഴിഞ്ഞില്ല. അവർ ഭൗതിക ലോകത്ത് എന്തോ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത് ഞങ്ങൾക്ക് വിചാരിച്ചത്ര കിട്ടിയില്ല എന്ന കാരണം പറഞ്ഞ് മുത്തുനബിയെ ആക്ഷേപിക്കാനും അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീതിയില്ല എന്ന് ആരോപിക്കാനുമാണ് ശ്രമിച്ചത്. അത് വലിയ അപകടകരമായ സംഗതിയാണ്. എന്നാൽ ആ സ്വഭാവം ഒരാളുടെ മനസ്സിൽ പാകപ്പെടുന്നത് എങ്ങനെയാണ്? മനസ്സിന്റെ ഉള്ളിൽ വിശ്വാസത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് മാത്രമുണ്ടാകുന്ന ഒരു സംഗതിയാണ്, ഒരു പ്രതിഭാസമാണ്. അപ്പൊ നമ്മളെല്ലാവരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശരിക്കും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കർമ്മങ്ങളൊക്കെ നന്നാക്കണം, അതിലൊക്കെ നമുക്ക് ഉത്തരവാദിത്വ ബോധം വേണം, ആ കാര്യങ്ങളെല്ലാം കൃത്യമായി ശ്രദ്ധിക്കണം. പക്ഷെ അതിനേക്കാളും പ്രാധാന്യത്തോടുകൂടെ നമ്മൾ ആദ്യം കാണേണ്ടത് നമ്മളെ ഈമാൻ, നമ്മുടെ വിശ്വാസം, അത് കറകളഞ്ഞതാക്കാൻ ശ്രമിക്കണമെന്നതാണ്. വിശ്വാസം കറകളഞ്ഞതാകുന്നത് എങ്ങനെയാണ്? അള്ളാഹുവും അവന്റെ റസൂലും നമ്മുടെ മനസ്സിൽ എന്നും ഉയർന്നു തന്നെ നിൽക്കണം. അള്ളാഹിന്റെ റസൂലിന് പാകപ്പഴയും പറ്റിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സുകൊണ്ട് സമ്മതിക്കാൻ സാധിക്കണം. അള്ളാഹു തആല നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഞാൻ അംഗീകരിക്കാൻ സർവാത്മന തയ്യാറാണെന്ന് പ്രഖ്യാപിക്കണം. അത്തരത്തിലുള്ളൊരു മാനസികമായ ചിന്താഗതി വളർത്തിക്കൊണ്ടുവരുന്നതിൽ വിജയിക്കാൻ നമുക്ക് പറ്റണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ശരിയായ മുഅ്മിനാകുന്നത്. അല്ലാതെ പെർഫോമൻസ് കൊണ്ട് മാത്രം നമുക്ക് വിശ്വാസത്തിന്റെ വിശുദ്ധിയിലേക്ക് എത്താൻ സാധിക്കില്ല. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ.
വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.